അങ്ങനെ 8:30 ആയപ്പോൾ ഞങ്ങൾ എണീറ്റു. പിന്നെ സായു പിന്നെയും കിടന്നുറങ്ങി. അങ്ങനെ ഞാൻ ഒന്ന് ചെറുതായിട്ട് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പോയി. ഇപ്പോൾ രാവിലെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിരുന്നു. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 9:30 ആവാറായിട്ടുണ്ട്. അങ്ങനെ രാവിലെ മമ്മി തിരക്ക് കാരണം പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴുകി. അടുത്തത് ഞാൻ രാവിലെ കോഫിയാണ് കുടിക്കാറുള്ളത്. കോഫി ഞാൻ ഈ കപ്പിലും ചായ ആ ഗ്ലാസ്സിലുമാണ്. ജസ്റ്റ് ടു കീപ് ദ എസ്തറ്റിക്സ്. പിന്നെ ഈ ബ്ലെൻഡർ കിട്ടിയ പിന്നീട് ബ്ലെൻഡറിൽ തന്നെ കറക്കിയാലേ എനിക്കൊരു സുഖം വരുള്ളൂ കോഫി കുടിക്കുമ്പോൾ. അങ്ങനെ ഞാൻ എന്താ കോഫി ഉണ്ടാക്കുവാണ്. അപ്പോൾ രാവിലത്തെ കോഫി ഓർ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫോണൊക്കെ തോണ്ടി അങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കും. സായി ഉറങ്ങുവാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ റൂമിൽ ഇതാ അനങ്ങുന്നുണ്ട് ചെറുതായിട്ട്. എന്നാലും ഒച്ചയൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാൻ നൈസായിട്ട് പിന്നെയും ഫോണിൽ തോണ്ടി ഇങ്ങനെ ഇരുന്നു. At 10 o'clock I finished having coffee and I came to see her. Hi. അങ്ങനെ രാവിലെ എണീറ്റ് സായി ഒരുറക്കം കൂടി കഴിഞ്ഞിട്ട് പയ്യെ 10 മണി ആവാറായപ്പോഴാണ് ഇതാ വന്നത്. പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം സോഫയിലിരുന്നു. ഉറക്കം തെളിഞ്ഞു വരുന്നേ ഉള്ളൂ, അതാണ് ഒരു മൈൻഡ് ഇല്ലാത്ത. ഗുഡ് മോർണിംഗ്. സായുവിനെ അവിടെ വിരിച്ച് അമ്മൂമ്മയുടെ അടുത്ത് കിടത്തിരിക്കുകയാണ്. അപ്പം ഞാൻ എന്താ റൂം ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കാൻ വന്നു. രാവിലെ ഈ വിൻഡോസൊക്കെ ഇങ്ങനെ തുറന്നിടും, ഇതെല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ട്. അത് കഴിഞ്ഞ് ഒരു 1/2-3 മണിക്കൂർ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സമയം കിട്ടാറുണ്ട്. ആ ടൈമിൽ ഞാൻ എനിക്ക് വേണ്ട എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ വെറുതെ കിടക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. സായുവിൻ്റെ കുറച്ച് കൈ കഴുകാനുള്ള തുണികളൊക്കെ ഞാൻ കുളിക്കാൻ നേരത്താണ് കഴുകിയിടാറുള്ളത്. ഇനി ഞങ്ങളുടെ ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ കൊണ്ടിടുവാണ്. രാവിലെ കൊണ്ടിട്ടാലും ഉച്ച കഴിഞ്ഞിട്ടേ മിക്കപ്പോഴും ഞാൻ വിരിക്കാൻ പോകാറുള്ളൂ, വെയിലൊക്കെ മാറിയിട്ട്. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗിന് അത് എടുക്കാൻ പോകും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ ഇടയിലും സായുവിന് ഫീഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും ഷൂട്ട് ചെയ്ത് തരാനായിട്ട് ആളില്ലല്ലോ, സ്വന്തമായിട്ടല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആവാറായപ്പോഴേക്കും ഞാൻ എൻ്റെ മുടിയിൽ എണ്ണ തേക്കുകയാണ്. ആക്ച്വലി ഇന്നലെ ഹെയർ വാഷ് ചെയ്തു, പക്ഷേ ഇപ്പോൾ ഭയങ്കര ഹെവി ഹെയർ ഫോളും അതുപോലെ ഡാൻഡ്രഫിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് സായുവിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയത്. കുളി കഴിഞ്ഞ് ഫീഡും കഴിഞ്ഞ് സായു ദാ ഉറങ്ങി. പിന്നെ ഒരു 12:30 ആയപ്പോഴേക്കും ഞാൻ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള ഇതൊക്കെ അരിഞ്ഞു. പിന്നെ ഓട്സ് ഉണ്ടാക്കി കുടിച്ചു. എന്തായാലും കുളി കഴിഞ്ഞ് കഴിക്കാൻ വരുമ്പോഴേക്കും 1:30 ആവും. സോ ആ ടൈമിൽ ഓട്സ് കുടിച്ചു. അപ്പോൾ ഞാൻ ഓട്സ് കുടിച്ചുകൊണ്ട് ഇതാ ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോവും. അപ്പോൾ നേരത്തെ സായുവിൻ്റെ ഡ്രസ്സുകളൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൺവീനിയൻസും കൂടി അനുസരിച്ച് സായുവിന് ഞാൻ ഡയപ്പർ വെക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് തുണികൾ അങ്ങനെ ആവാറില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 12:45 ആവാറായി. പിന്നെ ഞങ്ങൾ കുളിച്ച് ഞാൻ കുളിച്ച് ഒരു 1 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി. അപ്പോഴേക്കും സായു ഉറങ്ങിക്കൊണ്ടിരുന്ന ആളിതാ എണീറ്റു. അങ്ങനെ മുടി ഞാൻ ചീകി കൊടുക്കുകയാണ്. പക്ഷെ എണ്ണമയം ഉള്ളതുകൊണ്ടൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. പിന്നെ ഞങ്ങൾ പൊട്ട് വെച്ചു. സായുവിനെ ഞാൻ അങ്ങനെ കരിയൊന്നും വാരി പൊത്താറില്ല എല്ലാ ദിവസവും. എനിക്ക് തോന്നിയാൽ മാത്രമേ കണ്ണും പുരികമൊക്കെ എഴുതാറുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 1:30 ആയപ്പോഴേക്കും ലഞ്ച് കഴിക്കാൻ പോയി. പിന്നെ സായുവിൻ്റെ തുണിയൊക്കെ വിരിച്ചു. ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കുറച്ച് സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ ഞങ്ങളിതാ കിടക്കുവാണ്. ഇത് സ്ഥിരമുള്ളതാണ്. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. സായുവിനും ആ സമയം ഉറങ്ങുന്ന അറിയാം. സോ പമ്മി ഇങ്ങനെ കിടന്നോളും. അങ്ങനെ ഈ ഉച്ച സമയത്താണ് ആൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉറങ്ങുന്നത്. അല്ലാതെ പകൽ ടൈമിലൊക്കെ ഭയങ്കര റെയറാണ് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങുന്നത്. ഉറങ്ങണ്ടേ? അപ്പോൾ എനിക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ സായി ഉറങ്ങുമ്പോൾ കൂടെ ഞാനും ഉറങ്ങും. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ റീൽസ് എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതിനൊക്കെ ആയിട്ട് പോകും. അങ്ങനെ ഒരു 1/2 മണിക്കൂറിന് ശേഷം സായു കളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങി. അതിനുശേഷം ഞാൻ റീൽസ് എടുക്കാൻ പോയി. പിന്നെ ചെറിയ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ എൻ്റെ വൈകുന്നേരം ആയിട്ടോ. ഇപ്പോൾ 4 മണി ആവാറായി. എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് 5 മണിയായി. പിന്നെ സ്നാക്സ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം ടെറസിൽ കാറ്റ് കൊള്ളാൻ പോയി. ഡ്രസ്സ് എന്തോ എടുക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ട്രിവാൻഡ്രം വിട്ട് എറണാകുളത്തേക്ക് പോവാണ് ഇൻ ഫ്യൂ ഡേയ്സ്. നല്ല ഹെയർ ഫോൾ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ മുടിയൊന്ന് ലെവലാക്കാമെന്ന് വിചാരിച്ച് ഞാൻ സ്വന്തമായിട്ട് വെട്ടി. കടയിൽ പോയാൽ അവർ ഒരുപാട് ലെങ്ത്ത് കുറച്ചല്ലോ എന്ന് വിചാരിച്ചാണ് സ്വന്തമായിട്ട് വെട്ടിയത്. അപ്പോൾ ഒന്നുകൂടി വൃത്തികേടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണിച്ച ചേട്ടൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെങ്ത്ത് കുറയ്ക്കാതെ അടിപൊളിയായി വെട്ടി തന്നു. ആദ്യമായിട്ടാണ് എനിക്കൊരു സലോണിൽ പോയിട്ട് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. ലെങ്ത്ത് പോവാതെ കുറച്ച് ലെയേഴ്സൊക്കെ വെട്ടിത്തരുന്നത്. ഇതിപ്പോൾ കാണാൻ കൊള്ളാം.
കുളിച്ച് കഴിയുമ്പോഴാണ് ശരിക്കുള്ള അവസ്ഥ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഓൾമോസ്റ്റ് പാക്കിംഗ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റന്നാൾ വി ആർ ഗോയിങ് ബാക്ക് ടു എറണാകുളം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.